ഹലോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഇലക്ട്രോനെഗറ്റിവിറ്റി വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്തിയത്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ആറ്റം കോൺസെപ്റ്റ് ക്ലിയർ ചെയ്തു, ന്യൂട്രോൺ പ്രോട്ടോൺ, ഐസോടോപ്സ്, റേഡിയോ ആക്ടിവിറ്റി, പീരിയോഡിക് ടേബിള്, ആറ്റംസിന്റെ പ്രോപ്പർട്ടീസ്, അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി ഒക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ എത്തിയത്. So, എന്താണ് പറയാ, ionization energy means how strongly an atom holds on its own electron. Electron affinity means how strongly the atom attracts other electrons. So, if an atom have high ionization energy and high electron affinity, that atom is called as highly electronegative atom. Okay, ഇത്രയാണ് കഴിഞ്ഞത്. ഇനി നമ്മൾ അടുത്ത ഒരു ഇതിലേക്ക് കോൺസെപ്റ്റ് ആണ് അയോൺസ്. അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് അതിന്റെ ഒക്ടേറ്റ് റൂൾ ഒന്ന് നോക്കാം. നമുക്ക് അറിയുന്ന കാര്യമാണ്, ബട്ട് ജസ്റ്റ് നമുക്ക് ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം. The octet rule refers to the tendency of atoms to prefer to have 8 electrons in the valence shell. To obey the octet rule, the number of electrons present in the outermost shell may lose electron or gain electron and become electrically charged. Okay, എങ്ങനെയാണ് അയോൺസ് ഉണ്ടാവുന്നത്? ടു ഒബേ ദി ഒക്ടേറ്റ് റൂൾ. ഓക്കെ, ടു ഒബേ ദി ഒക്ടേറ്റ് റൂൾ, അതായത് ഒരു എന്താണ് പറയാ, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, ടു ഗെയിൻ ദി നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, ആറ്റംസ് ഹാവ് ദി ടെൻഡൻസി ടു ലൂസ് ദി ഔട്ടർമോസ്റ്റ് ഷെൽ, മേ ലൂസ് ഓർ ഗെയിൻ ഇലക്ട്രോൺസ്. ഓക്കെ, അങ്ങനെ ഇഫ് ആൻ ആറ്റം loses its electron or it gain the electron, it will become electrically charged. നമ്മൾ ആറ്റം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് അല്ലെ. The number of proton is equal to number of electrons അല്ലെ. So it is electrically neutral. But ions ആണെങ്കിലോ, ions electrically charged. How they are become charged? They may lose electrons or they gain electrons. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് അനോട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ അയോൺസ് റെപ്രസെന്റ് ചെയ്യുന്ന എപ്പോഴും പ്ലസ് ഓർ മൈനസ് ചാർജ് നമ്മൾ കൊടുക്കണം. Na പ്ലസ്, Ca2 പ്ലസ്, I മൈനസ്, O2 മൈനസ്. ഓക്കെ, എന്താണ് Na പ്ലസ്? സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റിലുള്ള ഒരു ഇലക്ട്രോണിനെയാണ് അത് ലൂസ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഇലക്ട്രോൺ പോയ സമയത്ത് അത് ഇറ്റ് ബിക്കം Na പ്ലസ്. ഓക്കെ, ഇനി Ca2 പ്ലസിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഇലക്ട്രോൺ ലൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെ അത് 2 പ്ലസ് ആയി. ദെൻ ഓക്സിജൻ, ഓക്സിജന്റെ 6 ആണ് അല്ലെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ആണ്. സോ ഒരു 2 ഇലക്ട്രോൺ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒക്ടേറ്റ് റൂൾ കംപ്ലീറ്റ് ആയി. സോ അതുകൊണ്ട് അതിനെ O2 മൈനസ് എന്നുള്ള കോൺഫിഗറേഷനിൽ നമ്മൾ ഇങ്ങനെയാണ് അനോട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, any atoms in which the number of electrons does not equal the number of protons are known as ions. Ionsനെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞതാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും നമ്പർ വേരി ചെയ്യും. അങ്ങനെ അവർ ചാർജ്ഡ് പാർട്ടിക്കിൾ ആയി മാറും. ഓക്കെ, എങ്ങനെയാണ് വേരി ചെയ്യുക? ഇലക്ട്രോൺസ് ലൂസ് ചെയ്യാം, ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യാം. ഓക്കെ, 2 രീതിയിലാണ് ആ ഒരു ഇംബാലൻസ് വരുന്നത്. One, they can lose their electron or they can gain the electron. Okay, ഇനി അടുത്ത വരുന്നത് ഇതാ, ഇങ്ങനെയാണ് നമ്മുടെ അയോൺസിന്റെ ഇത് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഗെയിൻ ചെയ്താലും ലൂസ് ചെയ്താലും എന്താണ് മാറ്റം സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. An atom having more protons than electrons has a net positive charge and is called a cation. Okay, an atom having more protons than electrons has a net positive charge. എന്താണ് ഇവിടെ കേസ്? എന്താണ്? more protons, number of proton is high, അതെങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അവര് ആ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇലക്ട്രോൺസ് ലൂസ് ചെയ്തതുകൊണ്ടാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഹൈ ആയത്. അങ്ങനെയുള്ള ആറ്റംസിനെ നമ്മൾ കാറ്റയോൺസ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സോഡിയം ആറ്റം. നമുക്ക് ഇവിടെ നോക്കാം. ഇത് ഈ ഒരു ഡെപിക്ഷനെ നമ്മൾ
ബോർ മോഡൽ എന്നാണ് പറയുന്നത്. ബോർ, BOHR, ബോർ മോഡൽ ആണിത്. ഓക്കെ, ഇതാണ് സോഡിയം. സോഡിയം എന്ന് പറയുമ്പോൾ ഇതെന്റെ ന്യൂക്ലിയസ്, 11 പ്രോട്ടോൺസ് ഉണ്ട്. സോ ഒബ്വിയസ്ലി 11 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ ഇൻ ദി സബ്ഷെൽസ്. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷനിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും സെയിം ആണ്. സോ നോ നെറ്റ് ചാർജ്, 0 is the നെറ്റ് ചാർജ്. പക്ഷേ സംടൈംസ് ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ സോഡിയം ക്യാൻ ലൂസ് ദി ഔട്ടർ മോസ്റ്റ് ഷെൽ, അല്ലെ? സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, ഒരു ഇലക്ട്രോൺ അവിടെ നഷ്ടമായി. പക്ഷെ പ്രോട്ടോൺ നമ്പർ സെയിം തന്നെയാണ്, 10 പ്രോട്ടോൺ, ബട്ട് ഇലക്ട്രോൺ ഈസ് 11 പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺ ഈസ് 10. അപ്പോ എന്തായി, നെറ്റ് ഒരു +1 ചാർജ് അതിന് കിട്ടി. ഇങ്ങനെയാണ് കാറ്റയോൺസ് ഫോം ചെയ്യുന്നത്. കാറ്റയോൺസ് ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി അടുത്തത്, an atom having fewer protons, number of protons is less. Number of protons is less എന്ന് പറയുമ്പം എന്താണ്, number of electrons is high. എങ്ങനെയാണ് ഈ number of electrons high ആവുന്നത്? it is added by, അല്ലേ? ഓക്കെ, അങ്ങനെയാവുമ്പം ഓക്കെ, ഈ ഒരു ടൈപ്പ് ഡെപ്പിക്ഷൻ നമ്മൾ ലൂയിസ് ഡോട്ട് മോഡൽ എന്നാണ് പറയുന്നത്. നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ആ ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡയഗ്രാം എടുത്തിരിക്കുന്നത്. ഓക്കെ, an atom having fewer protons than electrons carries a net negative charge and is called anions. ഓക്കെ, ഇതാണ് ക്ലോറിൻ ആറ്റം എന്ന് പറയുന്നത്. 17 പ്രോട്ടോണും 17 ഇലക്ട്രോണും, നെറ്റ് ചാർജ് 0. ഓക്കെ, and 1 electron is added to this. അപ്പൊ എന്തായി, outermost electrons number of electrons 18 ആയി മാറി. പക്ഷെ പ്രോട്ടോൺ സെയിം ആസ് 17. ഓക്കെ, സോ നെഗറ്റീവ് ഒരു നെഗറ്റീവ് ചാർജ് എക്സ്ട്രാ ആണ് ആ ഒരു ആറ്റത്തിന്, ആൻഡ് ഇറ്റ് ബിക്കം -1. ആൻഡ് അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ആനയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, a chlorine atom that has gained 1 electron becomes a chloride ion with a charge of -1. ഓക്കെ, അങ്ങനെയാണ് അയോൺസ് ഉണ്ടാകുന്നത്. അപ്പൊ ആറ്റംസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, അയോൺസ് എന്ന് പറയുന്നത് ചാർജ്ഡ് ആണ്. എങ്ങനെയാണ് ചാർജ് ആവുന്നത്? either by losing electron or by gaining electron. അവർ ലൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ they will become positive, അവർ ഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ they will become negative. ഓക്കെ, ഇനി വരുന്നതാണ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞു, നമ്മൾ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അതിന്റെ എനർജി ലെവലും കാര്യങ്ങളും നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് ലൂസ് ചെയ്യുന്നത്, ഗെയിൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ ഒരു എക്സാക്ട് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഈ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. എന്താണ് ക്വാണ്ടം നമ്പർ? ക്വാണ്ടം നമ്പർ ഇറ്റ്സ് നത്തിങ്, ഇറ്റ്സ് ദി അഡ്രസ് ഓഫ് ദി ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺസ് എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഓർബിറ്റലിൽ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോൺസ് ഉള്ളത്. ഇറ്റ് ഇസ് നോട്ട് സ്റ്റാറ്റിക്. സോ ഒരു പ്രോബബിൾ ഏരിയ ആണ്. നമുക്ക് വി ക്യാൻ സേ ദാറ്റ് ഓക്കെ യു ക്യാൻ ഫൈൻഡ് ഇലക്ട്രോൺസ് ഓവർ ദീസ് ഏരിയാസ്. നമുക്ക് അങ്ങനെ അതിനെ പറയാൻ പറ്റുള്ളൂ. സോ ക്വാണ്ടം നമ്പർ ഈസ് ജസ്റ്റ് ദി അഡ്രസ് ഓഫ് ദി ഇലക്ട്രോൺ. The set of numbers used to describe the position and energy of the electron in an atom are called quantum numbers. Okay, പൊസിഷനും എനർജിയും ആരുടെ, ഇലക്ട്രോണിന്റെ പറയാനായിട്ടാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. There are 4 quantum numbers: principal quantum number, angular quantum number, magnetic quantum number and spin quantum number. ഞാൻ ആക്ച്വലി ഇതിൽ 3 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. സ്പിൻ ക്വാണ്ടം നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, ഞാൻ ആക്ച്വലി ഒരു ബയോസിസ്റ്റത്തിൽ ആവശ്യമായ രീതിയിലാണ് ഞാൻ ഈ കോൺസെപ്റ്റുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നുള്ളത് നോക്കാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് ദി എനർജി ലെവൽസ്, പ്രൈമറി എനർജി ലെവൽസ് ആണ് ഇത്. ഓക്കെ, യു ക്യാൻ ഡെപിക്ട് ആസ് 1, 2, 3 ലൈക്ക് ദാറ്റ്. ഇതിനെയാണ് പ്രൈമറി ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എന്താണ് പറയാ, നമ്മൾ ഈ ഒരു സബ്ഷെല്ലിൽ ഹാവ് ദ കപ്പാസിറ്റി ടു ഹോൾഡ് ഓൺലി 2 ഇലക്ട്രോൺസ്. ഓക്കെ, once it is filled, the other electrons will start occupying this level, next level. Okay, ഇത് ഫിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ. സോ
ഇങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. സോ ഈ ഓരോ എനർജി ലെവലിനെ നമ്മൾ 1, 2, 3 എന്ന് നമ്പറിങ് കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ അഥവാ n എന്നുകൊണ്ട് ഡെപിക്ട് ചെയ്യുന്നത്. n, പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ ക്വാണ്ടം നമ്പർ. ആംഗുലാർ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ എൽ, ആംഗുലാർ ക്വാണ്ടം നമ്പർ എൽ എന്നാണ് ഡെപിക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ആംഗുലാർ ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് 0 to n-1. ഇറ്റ് ഈസ് 0 to n-1. നമുക്കതൊന്ന് എഴുതി തന്നെ നോക്കാം. 0 മുതൽ n-1 അതാണ് അതിന്റെ ആംഗുലാർ ക്വാണ്ടം നമ്പറിന്റെ ഫോർമുല എന്ന് പറയുന്നത്. n എന്താണ്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ, ദ എനർജി ലെവൽസ് 1, 2, 3, 4 ദ എനർജി ലെവൽസിനെയാണ് നമ്മൾ n എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ ആംഗുലാർ ക്വാണ്ടം നമ്പർ എന്തായിരിക്കും? 0 മുതൽ n-1 എന്ന് പറയുന്നത് 1 minus 1. 1 minus 1 is 0, nothing. So 0 to 0 means 0, 0 only. So the angular quantum number is 0. If okay, for second നമുക്ക് നോക്കാം. സെക്കൻഡ് നമുക്ക് വന്നിട്ട് 0 to n-1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 to 2 minus 1 is equal to 0 to 1. So 0 and 1. 3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 minus 1 is equal to 2. Okay, so 0 to 2, 0, 1, 2. Then 4. 4 minus 1 എന്ന് പറയുന്നത് 3. So 0 മുതൽ 3, 0, 1, 2, 3. അങ്ങനെയാണ് ആംഗുലാർ ക്വാണ്ടം നമ്പർ നമ്മൾ കൊടുക്കുന്നത്. ഈ ആംഗുലാർ ക്വാണ്ടം നമ്പർ ആണ് ഇതിന്റെ സബ്ഷെല്ലിന്റെ ഷേപ്പ് ഡിഫൈൻ ചെയ്യുന്നതും ഈ ആംഗുലാർ ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ, ഇപ്പൊ 0 ആണെന്നുണ്ടെങ്കിൽ 0 ഈസ് എസ്. നമ്മൾ SPDF അറിയാലോ, സബ്ഷെൽ ഓർബിറ്റൽസ് SPDF. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. SPDF എന്ന് പറയുന്നത് ഇസ് ദി ഓർബിറ്റൽ ഓഫ് ദി ഇലക്ട്രോൺ, ദ മോസ്റ്റ് പ്രോബബിൾ ഏരിയ ടു ഫൈൻഡ് ആൻ ഇലക്ട്രോൺ ഇൻ ദി ഓർബിറ്റൽ. ഇറ്റ് ഹാസ് ഓരോ സബ്ഷെല്ലിനും അതിൻ്റെതായ ഷേപ്പ് ഉണ്ട്. അത് ഡിഫൈൻ ചെയ്യുന്നത് ആംഗുലാർ ക്വാണ്ടം നമ്പർ ബേസ് ചെയ്തിട്ട് ആണ്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത്, ഓക്കെ നമുക്കറിയാം, ഇതാണ് ഷേപ്പ് SPDF. ഓക്കെ, S ഷേപ്പ് മീൻസ് സ്ഫെറിക്കൽ ആണ്, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡംബൽ ആണ്. ഇത് നമ്മള് എന്താ പറയാ, നമ്മുടെ +1, +2 ലെവലിലൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ബട്ട് ജസ്റ്റ് അതൊന്ന് നമ്മളെ ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, the number of subshells that the primary level contains, it tells the shape of the orbitals. Principal quantum number എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ 1, 2, 3, 4 എനർജി ലെവൽസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. സോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കഴിഞ്ഞു, ആംഗുലാർ ക്വാണ്ടം നമ്പർ കഴിഞ്ഞു. ഇനി വരുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ, നമ്മള് ഇപ്പൊ ഇവിടെ 0 ആണ്. ആംഗുലാർ ക്വാണ്ടം നമ്പർ 0 ആണെങ്കിൽ നമ്മൾ ആ ഓർബിറ്റലിന്റെ ഷേപ്പ് S ആണെന്നും 1 ആണെങ്കിൽ P ആണെന്നും മനസ്സിലാക്കി. ഓക്കെ, സോ എങ്ങനെയാണ് ഈ സബ്ഷെല്ലിൽ ഇതിന്റെ ഫില്ലിംഗ് വരുന്നത്, എങ്ങനെയാണ് അത് ഫില്ല് ചെയ്ത് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം 1s, ദെൻ അടുത്ത ലെവൽ അല്ലെ, അടുത്ത ലെവൽ എന്താണ് 2. അപ്പൊ 2s 2p വരും. ഓക്കെ, 2p എങ്ങനെയാ വരുന്നത്? 1. ഇവിടെ 1 ആണ്, 1 മീൻസ് P. സോ എസും പിയും വരും. ഇവിടെ S P D വരും. അത് നെക്സ്റ്റ് ലെവലാണ്, 3 ആയി. അപ്പോൾ നമ്മൾ ആ എനർജി ലെവലും കൂടി പ്രിഫിക്സ് ചെയ്തുകൊണ്ടാണ് 3s 3p 3d എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് 4 വരുമ്പോൾ SPDF വരുന്നുണ്ട്. അപ്പം 4th ലെവലിലുള്ള S, 4th ലെവലിലെ P, 4th D, 4th F. അങ്ങനെയാണ് സബ്ഷെല്ലിൽ നമ്മൾ നെയിമിംഗ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സബ്ഷെൽസിന്റെ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനും ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? -L to +L. -L to +L. എന്താണ് L? എന്താണ്? ആംഗുലാർ ക്വാണ്ടം നമ്പർ അല്ലെ.
അപ്പൊ പ്ലസ് എൽ മൈനസ് L2 പ്ലസ് എൽ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അതായത് അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി വൺ തിങ്. നമ്മൾ പി എന്ന് പറയുമ്പം 3 ഓർബിറ്റൽസ് ഉണ്ട്. അതെങ്ങനെയാണ് ഈ 3 കിട്ടിയത് എന്നുള്ളത് നമുക്ക് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബൈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. സോ ഇറ്റ് ഇസ് മൈനസ് L2 പ്ലസ് എൽ. ഓക്കെ, സോ ഇവിടെ നോക്കൂ, ഇപ്പൊ 0 ആണ്. ഇപ്പൊ മൈനസ് L2 പ്ലസ് എൽ എന്ന് 0 to 0 മീൻസ് ഓൺലി 1 അല്ലേ? സോ നമ്പർ ഓഫ് ഓർബിറ്റൽ ഈസ് 1. ഓക്കെ, ഇവിടെ നമ്മൾ എൽ 1 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ -1 0 പ്ലസ് 1 കണ്ടോ, -1 0 പ്ലസ് 1, സോ ടോട്ടൽ 3. സോ പിക്ക് 3 ആക്സിസ് ഉണ്ട് എന്നർത്ഥം. അതായത് പിക്ക് എക്സ് വൈ സെഡ് 3 ആക്സിസിലാണ് നമ്പർ ഓഫ് ഓർബിറ്റൽസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓക്യുപ്പൈഡ് ഇൻ ദിസ് മാനർ. ഓക്കെ, the p orbital is in 3 axes, x, y and z. How we can calculate it by magnetic quantum number. ഓക്കെ, ഇനി 0 1 കഴിഞ്ഞു, പിന്നെ 2 ആണെന്നുണ്ടെങ്കിൽ -L2 പ്ലസ് 2 എന്ന് പറയുമ്പം -2 -1 0 1 2, സോ 1 2 3 4 5. സോ ഫോർ ഡിക്ക് 5 സബ്ഷെൽസ് ഉണ്ട്, 5 ആക്സസ് ഉണ്ട്, 1 2 3 4 5. സോ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ക്വാണ്ടം നമ്പർ ബേസ് ചെയ്തിട്ട് സബ്ഷെൽസിന്റെ എനർജി ലെവൽസും അതിന്റെ അറേഞ്ച്മെന്റ്സും നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഇതൊന്നും ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ CSIR ചോദിക്കില്ല. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. പക്ഷെ ഗേറ്റ് ലൈഫ് സയൻസിന് കെമിസ്ട്രി പേപ്പറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ക്വാണ്ടം നമ്പർ, ആംഗുലാർ ക്വാണ്ടം നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ആംഗുലാർ ക്വാണ്ടം നമ്പർ ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. എന്തിനാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ? അതിന്റെ ജസ്റ്റ് എനർജി ലെവൽസ് 1 2 3 4 എന്നുള്ള എനർജി ലെവൽസ് മനസ്സിലാക്കാനാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ആംഗുലാർ ക്വാണ്ടം നമ്പർ എന്തിനാന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഓർബിറ്റൽസിന്റെ ഷേപ്പ് SPDF ഐഡന്റിഫൈ ചെയ്യാനാണ് ആംഗുലാർ ക്വാണ്ടം നമ്പർ. ഓക്കെ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അതിന്റെ ഓരോ നമ്പർ ഓഫ് ഓർബിറ്റൽസിന്റെയും ആക്സിസ് ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നുണ്ട്. സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പം നമുക്കറിയാം, ഇപ്പൊ എസ് ഷെല്ല്, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് ഇത് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഓപ്പോസിറ്റ് സ്പിൻ. ഓപ്പോസിറ്റ് സ്പിന്നിലുള്ള ഇലക്ട്രോൺസ് ആണ് ഓക്യുപ്പൈ ചെയ്യുക. ഒരു ഓർബിറ്റലിൽ ഇറ്റ് ക്യാൻ ഓക്യുപ്പൈ മാക്സിമം 2. ഓക്കെ, സോ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ പി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതാം? പി എന്ന് പറയുന്നത് 3 ആണ് അല്ലെ, 3 ഓർബിറ്റൽസ് ആണ് ഉള്ളത്. സോ 1 2 and 3. എങ്ങനെയാണ് അതിൽ ഫില്ലിംഗ് വരുന്നത്? 1 ആദ്യം ഇതില് ഫില്ല് ചെയ്യും, 2 3 4 5 and 6. Okay, so P can accommodate total 6 electrons. അങ്ങനെയാണെങ്കിൽ D ആണെങ്കിൽ 5 into 2, total 10 electrons it can accommodate. Okay, and also ഈ ഫില്ലിങ്ങിന് ഒരു പാറ്റേൺ ഉണ്ട്. എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യുന്നത്, ഓരോ ഇലക്ട്രോൺസ് ലെവലും എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സീത എസ് എന്ന് പറയുന്നത് ക്യാൻ അക്കോമഡേറ്റ് 2, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺസ്, എഫ് എന്ന് പറഞ്ഞാൽ 14 ഇലക്ട്രോൺസ്. ഓക്കെ, ഇത് നമ്മളെ നിയോണിനെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്തത് എന്നുള്ളത് കാണിക്കാണ്. 1s 2 ഇലക്ട്രോൺ, ദെൻ അടുത്തത് നിയോൺ എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം 1s2 2s2 2p6. സോ 2s2 വരും, 2p 6 ആയിട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു എനർജി ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം 1 then 2 then 3, പിന്നെ 4 ആണ് ഇവിടെ വരുന്നത്, then 4 then 5 then 6. ഇങ്ങനെയാണ് ഇത് ഓരോ ഓക്യുപ്പൈ ചെയ്യുന്നത്, ഓരോ ഇലക്ട്രോൺസും സബ്ഷെല്ലിൽ ഓക്യുപ്പൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അല്ലാതെ 1 2 3 4 5 6 അങ്ങനെയല്ല ഓക്യുപ്പൈ ചെയ്യുക. ആദ്യം എല്ലാത്തിലും 1 1 ഈച്ച് ആയിട്ട് ഓക്യുപ്പൈ ചെയ്യും, ദെൻ
ആണ് എക്സ്ട്രാ വരുന്ന ഇലക്ട്രോൺസ് ആണ് അടുത്ത ലെവലിൽ ഓക്യുപ്പൈ ചെയ്യുന്നത്. സോ ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് ബോണ്ടിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ എനർജി ലെവൽസ് വ്യത്യാസമുണ്ട്. ഓക്കെ, അത് നമുക്ക് പറയുന്നത് ഓഫ് ബോ പ്രിൻസിപ്പിൾ ആണ്. ആസ് പെർ ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഓക്കെ, ഈ 1s കഴിഞ്ഞു, 2s കഴിഞ്ഞു, 2p കഴിഞ്ഞു, 3s കഴിഞ്ഞു, ഓക്കെ, 3p കഴിഞ്ഞു കഴിഞ്ഞാല് 3dക്ക് മുന്നേ 4s ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. സി, ആഫ്റ്റർ 3p 4s ഇസ് ഫില്ലിംഗ്, നോട്ട് 3d. അതെന്തുകൊണ്ടാണ്? ആ ഒരു എനർജി ലെവലിനെ ഓക്യുപ്പൈ ചെയ്യുന്ന എനർജി ലെവലിനെയാണ് എന്താണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, ഈ ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽഷനും ന്യൂക്ലിയസ് ആയിട്ടുള്ള അട്രാക്ഷനും ഈക്വൽ ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ് ആ ഒരു അറ്റോമിക് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം 3s 3p എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ തേർഡ് ലെവല്, ഓക്കെ, ഇത് ന്യൂക്ലിയസ് വിചാരിക്കും, 1 2 3, ഓക്കെ, ഈ തേർഡ് ലെവലില് തേർഡ് ലെവലില് 3s ഉണ്ട്, 3p ഉണ്ട്. സോ ഈ ഇലക്ട്രോൺസ് തമ്മിലുള്ള റിപ്പൽഷൻ ഇസ് ഹൈ. So obviously the electron will occupy easily by here. Okay, 4s ൽ occupy ചെയ്യാനാണ് കുറച്ചും കൂടി ഈസി. ഓക്കെ, അതിലും കൂടുതൽ എനർജി വേണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താണ് 3d വരുന്നത്. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് ഇലക്ട്രോൺ റിപ്പൽഷൻ, ദി എനർജി റിക്വയർഡ് ടു ഫിൽ അപ്പ് d is higher than 4s. So after filling up this, electrons will occupy the 4s. അതിനുശേഷമാണ് 3d ഫിലപ്പ് ചെയ്ത് വരുന്നത്. സോ നമ്മൾ ഈ ഒരു എന്താണ് പറയാ, എനർജി ലെവൽസ് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഇപ്പൊ ഹീലിയം 2 ആണെങ്കിൽ 1s2, ദെൻ 3 ആണെങ്കിൽ 1s2 2s1, സോഡിയം ആണെങ്കിൽ 1s2, ദെൻ 2, സെക്കൻഡ് ലെവലിൽ ഉള്ളതാണ് 2s2 2p6. സോ ഔട്ടർ മോസ്റ്റ് ഇത് 3s1 ആണെന്ന് മനസ്സിലായി. ഓക്കെ, so this is the one who is going for bonding or becoming ion and all. ഈ വാലൻസ് ഇലക്ട്രോണിന്റെ ഈ ഒരു ഇതാണ് ഹൈബ്രിഡൈസ് എന്താ പറയാ ബോണ്ടിങ് ഫോർമേഷൻ എല്ലാം വരുന്നത്. സോ ഓക്സിജൻ 16 1s2, ഇത് സെക്കൻഡ് ലെവല് 2s2 2p6, തേർഡ് ലെവല് 3s2 3p4. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഓക്സിജൻ ഒരു 2 ഇലക്ട്രോണും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒക്ടേറ്റ് റൂൾ ആയി അല്ലെ. പിന്റേത് 6 ആണ്, പക്ഷെ ഇത് 4ലാണ് ഇരിക്കുന്നത്. സോ ഒരു 2 ഇലക്ട്രോൺസും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം p6. സോ അങ്ങനെ നമുക്ക് ഇതിന്റെ എന്താ പറയുക റിയാക്ടിവിറ്റിയും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അയോണിക് ഫോം ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. So chlorine 1s2, second level 2s2 2p6, third level 3s2 3p5. Okay, so 3p5 means ഒരൊറ്റ ഇലക്ട്രോൺ മതി. പിയുടെ മാക്സിമം എത്രയാണ് 6 അല്ലെ. സോ ഒരു ഇലക്ട്രോൺ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോറിന്റെ അയോണിക് ഫോമിലേക്ക് എത്തും. സോ അങ്ങനെ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് അനോട്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലൂയിസ് സിമ്പിൾ ആണ്. ഇത് ജസ്റ്റ് എന്താ പറയാ, നമ്മൾ ആ ഒരു 1s2 2s2 എന്നുള്ള ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിനെ മാത്രം ഡോട്ട് യൂസ് ചെയ്തിട്ട് ഡെപിക്ട് ചെയ്യുന്നതിനാണ് ലൂയിസ് സിമ്പിൾ എന്ന് പറയുന്നത്. റെപ്രസെന്റ് ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ആസ് ഡോട്ട്സ്. നമ്മളിത് ഈ ഒരു ഇത് ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ പിന്നെ ബോണ്ടിങ്ങിനൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ആ ഒരു ലൂയിസ് സിമ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ബോണ്ടിങ്ങിനെ പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ ഒരു ലൂയിസ് സിമ്പിളിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത്. Elements want to achieve the stable electron configuration of the nearest noble gas. ഓക്കെ, നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അല്ലെ. ഒക്ടേറ്റ് റൂൾ എന്താണ് പറയുന്നത്? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? വൈ ദേ ആർ ലൂസിങ് ഓർ ഗെയിനിങ് ഇലക്ട്രോൺസ് അതിന്റെ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒക്ടേറ്റ് റൂൾ, ദ ബാലൻസ് ഷെൽ 8 ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടെൻഡൻസിയാണ്, എല്ലാ ആറ്റത്തിനുള്ള ആ ഒരു ടെൻഡൻസിനെയാണ് ഒക്ടേറ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തത് നമുക്ക് ബോണ്ടിങ് ആണ്, കോൺസെപ്റ്റ് ഓഫ് ബോണ്ടിങ്. ഓക്കെ, നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ആറ്റമിന്റെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസോടോപ്സ് പറഞ്ഞു. ഐസോടോപ്സ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു.
പിന്നെ നമ്മൾ അയോൺസ് പറഞ്ഞു, ഹൗ ഇലക്ട്രോൺസ് ആർ ഗെയിനിങ് ആൻഡ് ലൂസിങ് എന്ന് പറഞ്ഞു, നമ്മൾ പീരിയോഡിക് ടേബിൾ പറഞ്ഞു അല്ലെ. ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ മെയിൻ കാര്യമായ ബോണ്ടിങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഈ ബോണ്ടിങ് ആണ് നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റത്തിൽ ഏറ്റവും നമുക്ക് കുറേം കൂടി കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന റിയാക്ഷൻസ് ഒക്കെ സിഗ്നലിംഗ് അല്ലെങ്കിൽ കൺഫർമേഷൻ ചേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോരോ കോൺസെപ്റ്റും പറഞ്ഞ് പോകുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ഓഫ് ബോണ്ടിങ്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ബോണ്ടിങ്. എന്തൊക്കെയാണ് ബോണ്ടിങ്? എന്തൊക്കെയായിരിക്കും നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചത് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ബോണ്ട് ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒബ്വിയസ്ലി അല്ലെ. ആ ഒരു എന്താ പറയുക, അയണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ അഫിനിറ്റിയും ഉണ്ടായിരിക്കണം അല്ലെ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ആറ്റംസ് തമ്മിലും ബോണ്ട് ഉണ്ടാവുന്നത്. അയണൈസേഷൻ എനർജി ഉണ്ടായിരിക്കണം, അതായത് ആ ഒരു ഇലക്ട്രോൺസിനെ എടുക്കണമെങ്കിൽ എത്ര എനർജി വേണമെന്നും ഒരു ഇലക്ട്രോണിനെ പുള്ളി ചെയ്യണമെങ്കിൽ എത്ര എനർജി വേണം, അതിനെയാണ് നമ്മൾ ഓൾ ടുഗദർ നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ബേസ് ചെയ്തിട്ടാണ്. പിന്നെ മെറ്റൽസ് ഹാവ് ലോ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ലോ ഇലക്ട്രോ നെഗറ്റിവിറ്റി മീൻസ് അവര് they will easily lose electron. They will easily lose electrons. അതാണ് മെറ്റൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നോൺ മെറ്റൽസ് ഹാവ് ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഓക്കെ, നോൺ മെറ്റൽസിന് എന്താണ്? ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. അവരെന്താ ചെയ്യുക? അവർ ആക്ച്വലി ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദി ഡിഫറൻസ് ഈസ് ഹയർ ദാൻ 2, അതായത് ആ ഒരു മെറ്റൽ നോൺ മെറ്റൽ, അതായത് പീരിയോഡിക് ടേബിളിൽ ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് നമ്പർ ആണ്. ഓരോ ആറ്റത്തിനും ഓരോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മളത് അത്ര കെമിസ്ട്രി പാർട്ടിലേക്ക് അത്ര നമ്മൾ പോകുന്നില്ല. സോ നമ്മൾ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് പറയാണ്. ഈ ആ ഡിഫറൻസ് മെറ്റൽ നോൺ മെറ്റൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഹയർ ദാൻ 2 ആണ് എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഈസ് ഹയർ ദാൻ 2, ഹയർ രണ്ട് ആറ്റംസിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഈസ് ഹയർ ദാൻ 2, എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? മെറ്റൽസ് വിൽ completely took away the electrons and become charged ions. Metals എന്താണ് ചെയ്യുക? സോറി, took away അല്ല, ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. They will lose the electron അല്ലെ. Metals എന്താ ചെയ്യുക? They will lose electrons and become charged ions. അവര് കാറ്റയോൺസോ ആനയോൺസോ ആവാം അല്ലെ. അവര് മെറ്റൽസ് ലൂസ് ചെയ്യുകയാണെങ്കിൽ they will become cations, ഗെയിൻ ചെയ്യുകയാണെങ്കിൽ they will become anions. Such kind of bonding is called ionic bonding. അതായത് എന്താണ് അയോണിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ, ആറ്റം എ ഉണ്ട്, ആറ്റം ബി ഉണ്ട്. ഓക്കെ, ആറ്റം എ ന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഹോൾഡ് ചെയ്യാനുള്ള പവർ കുറവാണ്. ഓക്കെ, അതേ സ്ഥാനത്ത് ആറ്റം ബിക്ക് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള എനർജി കൂടുതലുമാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? This B will completely took away this electron to itself. അങ്ങനെ A will become plus ion or cation, or B will become negatively charged anion. Such kind of bonding is called ionic bond. അതായത് കംപ്ലീറ്റ് ടേക്ക് അവേ ഓഫ് ഇലക്ട്രോൺ ആണ് അവിടെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് അയോണിക് ബോണ്ട്. അപ്പോൾ ഈ ആറ്റം എ ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ആറ്റം ബി ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒരു അട്രാക്ഷൻ അപ്പോഴും ഉണ്ടാവും. They will attract each other. This plus and minus will attract each other. But this attraction is not only with this atom B. It have attraction with other charged atoms also. So this positively charged atom will attract any other negative particles surrounded by it. Like that, the negatively charged B will attract all the positive atom to this. That attraction will be there. അതുകൊണ്ടാണ് ionic bond will form in
they can form crystal forms. അതായത് ഈ ഒരു attraction, ഈ plus minus pulling is not only between them, they will pull the other atoms also. അതുകൊണ്ടാണ് ionic bond will form crystal forms. Okay, then ഇപ്പം രണ്ട് ഇത് ഇറ്റ്സ് ലൈക്ക് നമ്മളിപ്പോ എന്താ പറയാ ടഗ് ഓഫ് വാർ ആയിട്ടൊന്ന് കണക്കാക്കി നോക്കൂ. ടഗ് ഓഫ് വാർ, ഓക്കെ. രണ്ട് ടഗ് ഓഫ് വാറിൽ രണ്ടുപേരും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിഡ് പോയിന്റ് ഇവിടെ തന്നെ നിൽക്കും, അങ്ങോട്ടേക്കും പോവില്ല ഇങ്ങോട്ടേക്കും പോവില്ല. പക്ഷെ അയണിക് ബോണ്ടിന്റെ കേസിൽ എന്താ ഉണ്ടായത്? അയണിക് ബോണ്ടിന്റെ കേസിൽ ടഗ് ഓഫ് വാറിൽ ഇവര് സ്ട്രോങ് ആണ്. സോ ഇവര് സ്ട്രോങ് ആണ്, സോ അവര് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ അങ്ങോട്ട് പുള്ള് ചെയ്തെടുത്തു. സോ അങ്ങനെ എന്തായി? അയണിക് ബോണ്ട് ഉണ്ടായി. ഓക്കെ, പക്ഷേ ഈ വേറൊരു സിറ്റുവേഷൻ, ഓക്കെ, രണ്ടുപേരും ഈക്വലി സ്ട്രോങ് ആണ്, രണ്ടുപേരുടെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓൾമോസ്റ്റ് സെയിം ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ ഒരു പോസിബിലിറ്റി? വാട്ട് ദേ വിൽ ഡു? ദേ വിൽ ഷെയർ ദി ഇലക്ട്രോൺസ്. ഈ ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഇതാണ്, ഈ ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇതാണ്. സോ വാട്ട് ദേ വിൽ ഡു? ദേ വിൽ ഷെയർ ദി ഇലക്ട്രോൺസ് വിത്ത് ഈച്ച് അതർ. Such bonding is called covalent bond. Co means two, valent means valence electron. So this sharing of this valence electron, it is called covalent bond. If the atoms are of same electronegativity or one element is slightly higher than of other, the electrons are shared. Okay, electrons share ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോവാലന്റ് ബോണ്ടിൽ തന്നെ രണ്ട് ടൈപ്പ് ബോണ്ടുകൾ ഉണ്ട്. എന്തൊക്കെയാണ് ആ രണ്ട് ടൈപ്പ്? പോളാറും നോൺ പോളാറും ഉണ്ട്. ഓക്കെ, എന്താണ് നോൺ പോളാർ എന്നുള്ളത് നോക്കാം. നോൺ പോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടുപേർക്കും ഈക്വൽ ആണ്, ഈക്വൽ ആണ് എനർജി, രണ്ടുപേരും ഈക്വൽ ആണ്. സോ ഈക്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ നടക്കുന്നത്, ഈക്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുന്നത്. ഓക്കെ, നോൺ പോളാറില്. ബട്ട് പോളാറിൽ എന്താണ് നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് അൺഈക്വൽ ഷെയറിംഗ് ആണ്, അൺഈക്വൽ ആണ്. ബിക്കോസ് ഒരു ആറ്റത്തിന് ഒരു സ്ലൈറ്റ്ലി ഹയർ ആയിരിക്കും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ടേക്ക് അവേ ദി ഇലക്ട്രോൺ. ഇലക്ട്രോൺ ടേക്ക് അവേ ആണെങ്കിൽ എന്തായി? അത് അയണിക് ബോണ്ട് ആയി. പക്ഷെ സ്ലൈറ്റ്ലി സ്ട്രോങ്ങർ ആണ്, ബട്ട് ഇറ്റ് ഈസ് ഷെയറിംഗ്. സോ അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോൺ ക്ലൗഡ്സിന് ഒരു ചെറിയൊരു ഡിസ്റ്റോർഷൻ സംഭവിക്കും ടുവേർഡ്സ് ദിസ്. ആ ഇലക്ട്രോൺ ക്ലൗഡ്സ് വിൽ ഡിസ്റ്റോർട്ട് ലൈക്ക് ദിസ് ടുവേർഡ്സ് ദിസ് സ്ട്രോങ്ങസ്റ്റ് ആറ്റം. അപ്പോ അങ്ങനെയുള്ള ബോണ്ടിനെയാണ് പോളാർ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സെയിം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണെങ്കിൽ നോൺ പോളാർ ആണ്. അല്ല, സ്ലൈറ്റ്ലി ഹയർ ആയിട്ടുള്ള ഒരു any of the one atom have slightly higher value, it will be polar. So the electrons are shared. Okay, ആ ഒരു ഡിഫറൻസ് എന്തായിരിക്കണം? ഇവിടെ നമ്മൾ പറഞ്ഞു അയണിക് ബോണ്ട് ഫോം ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഹയർ ദാൻ 2. അയണിക് ഫോമിൻ്റെത് ഹയർ ദാൻ 2 ആയിരിക്കണം. പക്ഷെ കോവാലന്റ് ബോണ്ടിൽ ആ ഡിഫറൻസ് എന്തായിരിക്കണം? ഷുഡ് ബി ലെസ് ദാൻ 2. ലെസ് ദാൻ 2 ആണെങ്കിലേ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. In covalent bond, both the elements are of equal electronegativity. It is also possible one of the element have slightly higher electronegativity, but that is not enough to take away electron fully. In such condition, the higher one's pull will be more and a kind of distortion will be seen in the electron cloud. It is called polar covalent bond, that is unequal sharing of electrons. ഇപ്പം നമുക്ക് ഈ കോവാലന്റ് ബോണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓൾ ബയോമോളിക്യൂൾസ് ലൈക്ക് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ് ആർ പ്രൈമർലി സ്റ്റെബിലൈസ്ഡ് ബൈ കോവാലന്റ് ബോണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഹൈഡ്രജൻ ബോണ്ടും ഹൈഡ്രോഫോബിക് ബോണ്ടും ആണ്. നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോകും. ഓക്കെ, കോവാലന്റ് ബോണ്ടിന്റെ കഥയൊക്കെ നമുക്ക് പറയാം. ഹൗ ലൈഫ്, എങ്ങനെയാണ് നമ്മള് എർത്തിൽ ലൈഫ് പോസിബിൾ ആയത്. ഈ കോവാലന്റ് ബോണ്ടിന്റെ സ്ട്രെങ്ത്, ഏറ്റവും സ്ട്രോങ് ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. ഓക്കെ, സോ നമുക്ക് ആ കഥയൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് വരുമ്പോഴത്തേക്കും പറയാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും നന്നായി റിവൈസ് ചെയ്യുക, കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്ത് വെക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ചാറ്റിൽ കൂടിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. സോ എല്ലാവരും
എന്താ പറയാ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസേ പോസിബിൾ ഉള്ളൂ. സോ മാക്സിമം നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസിലേക്കും ഈ ഓരോ കോൺസെപ്റ്റുകളും എത്തട്ടെ. നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ ഈ ഇത്രയും കോൺസെപ്റ്റ് റെഫർ ചെയ്തത് ലെനിഞ്ചർ, ബയോകെമിസ്ട്രി ലെനിഞ്ചറും, പിന്നെ ബയോളജി റാവൻ ജോൺസന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ബുക്കാണ് ബയോളജി, പിന്നെ NCERTന്റെ ടെക്സ്റ്റ് ബുക്കുമാണ് ഞാൻ റെഫറൻസിന് എടുത്തിരിക്കുന്നത്. സോ റീച്ച് us ത്രൂ വാട്സ്ആപ്പ്, FB ഓർ ഇമെയിൽ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചാനലിന്റെ താഴെ വരുന്ന ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പം ഞാനിത് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. സോ വൺസ് അഗെയിൻ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. നമുക്ക് അടുത്ത പുതിയ കോൺസെപ്റ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അതുവരെ നിങ്ങൾ നന്നായി പഠിക്കുക. നിങ്ങൾ എന്താ പറയുക, ക്ലാസ് എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.